വെറുതെ ജാട കാണിക്കല്ലേ, നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഞാൻ പേടിപ്പിക്കൊന്നുമല്ല, ചെരുവിക്കടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. എന്റെ പൊന്നു മോളെ, ഈ മരമണ്ടം വെറുതെ പറഞ്ഞതാ. നീ അതൊന്നും സീരിയസ് ആക്കി എടുക്കല്ല. ആദ്യം എല്ലാരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ പിന്നെ എന്ത് പറയാനാ? ഇറങ്ങാം, ബാക്കിയൊക്കെ പിന്നെ. ദൈവമേ, ബോസ് എന്താ ബോസ്, എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അല്ല അതല്ല, ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ ഇരിക്കുന്നേ. അതിന്റെ കൂടെ പാമ്പുകടിയും കൂടെ കൊണ്ടുപോലെയാണല്ലോ. തരണോ? എനിക്കൊന്നും വേണ്ട ബോസേ. ആക്ച്വലി സിദ്ധാർത്ഥ് സാർ വിളിച്ച് ബോസ് രാവിലെ മുതലേ ഒന്നും കഴിച്ചില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ബോസിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റിൽ കയറി ബോസിന് ഇഷ്ടപ്പെട്ടതെല്ലാം കുറച്ച് വാങ്ങിക്കൊണ്ടാ വന്നേ ഞാൻ. ബോസ് ഇപ്പം വെറുതെ ഇരിക്കുന്ന നേരത്ത് ഇതെല്ലാം എടുത്ത് കുറേശ്ശെ കഴിച്ചാൽ പിന്നെ 3 ദിവസം ഉപവസിക്കാം. എനിക്ക് തീരെ വിശപ്പില്ല. എന്റെ കയ്യില് കാശില്ലാഞ്ഞിട്ട് ഉടനെ സിദ്ധാർത്ഥ് സാറിനെ വിളിച്ച് കാശും വാങ്ങി ബോസിന് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നതാ. ബോസ് ഇപ്പോ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അയ്യോ, കുറച്ചെടുത്ത് കഴിക്കും ബോസ്. എനിക്ക് വേണ്ട സുമേഷ്. എന്താ ബോസ് ഇത്? ഇനി എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്കൊന്നും അറിയില്ല സുമേഷേ. ഭക്ഷണം കഴിക്കാനൊന്നും എനിക്കിപ്പോ മൂടില്ലടോ. ഇതുപോലെ ചില റൊമാൻറ്റിക് സിനിമയിലെ ഡയലോഗ്സ് ഒന്നും പറയല്ലേ ബോസെ. ആമാശയത്തിലേക്ക് കറക്റ്റ് സമയത്ത് ആഹാരം പോയില്ലെങ്കിൽ ഇങ്ങനെ പല ചിന്തകളും ഉണ്ടാവും. ഇപ്പൊ ബോസിന് വിശന്നിട്ടുള്ള പ്രശ്നമാണെന്നാ തോന്നുന്നേ. കുറച്ച് ആഹാരം കഴിച്ചു നോക്കും, മൈൻഡിൽ നിന്ന് ബോസിന് ആവശ്യമുള്ള കാര്യങ്ങൾ വരുന്നത് കാണാം. വേണ്ടാന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലേ? ആഹാരം കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ബോസിന് വേണ്ടെന്നാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാനുള്ള സ്റ്റാമിന എനിക്കില്ല. തോനൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഒന്നും വേണ്ട എനിക്ക്. ചേട്ടാ, രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതല്ലേ? ഇങ്ങനെ കഴിക്കാതിരുന്ന യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ആഹാരം കഴിക്കും. കഴിച്ചാലും പ്രയോജനമൊന്നുമില്ല, പൊക്കോ. ചേട്ടാ, പറയുന്നൊന്നും മനസ്സിലാക്ക്. എന്താ? അമൂല്യ നല്ല വാശിയല്ലേ ഇപ്പോ? ഏട്ടൻ കഴിക്കില്ലെങ്കിൽ അവളും കഴിക്കില്ല എന്നാ പറയുന്നത്. ചേട്ടാ, കഴിക്കും ബോസ്. എന്താ ഒരു പ്രണയം! ഈ മണികണ്ഠൻ പ്രേമികള ദമ്പതികളുടെ വീട്ടുമുറ്റത്ത് ഒരു പ്രണയിതാക്കൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഇവർക്ക് വേണ്ടി ഒരു താജ്മഹൽ കെട്ടിക്കൊടുക്കാൻ തോന്നുന്നു. മിസ്റ്റർ പ്രണയം കണ്ട് രസിക്കുന്ന ആളാ കണ്ണൻ ചേട്ടാ. ഈ കാറും സ്റ്റൂളും ബോസും എല്ലാം ഇന്ന് ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളത് ഉറപ്പാണ്.
ഈ എന്താ ചോദിച്ചെന്ന് വെച്ചാ ഇത്ര ഇമോഷണൽ സെന്റിമെന്റ് സീൻസ് ഒക്കെ ഇങ്ങനെ എന്റെ കണ്ണിന്റെ മുൻപിൽ കാണുമ്പോ എനിക്ക് സഹിച്ചേക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഒരു ദിവസം എന്റെ മീനുവിനെ ഇതുപോലെ ആഹാരം കഴിപ്പിക്കുന്നുണ്ട്. എത്ര പെർഫെക്റ്റ് ജോഡിയാ ഇവര്. അമ്മ വെറുതെ എന്തോ ചെറിയ കാര്യത്തിനാ വേദാന്തേട്ടനോട് ദേഷ്യപ്പെട്ടത്. ഈ വീട്ടില് വേദാന്തേട്ടനാ ഏറ്റവും മാച്ച് ആയിട്ടുള്ള ആളി. ഇതിങ്ങനെ വിടുന്നത് ശരിയല്ല. അമ്മൂന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മ ദേ വരുന്നുണ്ട് വേദ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ വീട്ടിലാകെ പ്രശ്നമാവും. നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമല്ലേ ഇപ്പൊ ഉണ്ടായത്. ഇതിലും വലിയ കാര്യം ഇനി വന്നു കഴിഞ്ഞാലേ അപ്പൊ നോക്കാം. അമ്മയോട് നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാ പറയ്. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് നോക്കാന്നേ. എന്റെ മനസ്സിൽ ഞാൻ നിന്നെ എപ്പോഴോ താലി കെട്ടിയതാ. എനിക്ക് ആരെയും ഒരു പേടിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ അതിനൊരു തെറ്റും ചെയ്തില്ലല്ലോ. നമ്മൾ എന്താ ഇവിടുന്ന് ഒളിച്ചോടി പോയോ? അല്ല, നിന്റെ ഭാഷയിൽ പറയുവാണെങ്കിലേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ലവ് സ്റ്റോറി നമ്മുടേതാ. എനിക്കിതൊക്കെ ആദ്യം തന്നെ അറിയുമായിരുന്നു. നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. നീ ടെൻഷനൊന്നും ആവണ്ട. നമ്മുടെ കല്യാണം നമുക്ക് തന്നെ നടത്താം. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് വേദാന്ത. ഞാൻ റൗഡി ബേബി ആണെന്ന് ബിൽഡപ്പ് ചെയ്താലും എനിക്ക് നിന്റെ അത്ര ഒന്നും ധൈര്യമില്ല. എന്താണെന്ന് അറിയില്ല. കല്യാണക്കാരെയൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോ മുതലേ എന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാ. ഒരു കാര്യത്തിലും സമാധാനമില്ല. ഇത് ശരിക്കും അമ്മ അല്ല, എനിക്കറിയാം. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. ചിലപ്പോ ഞാനും നീയും തമ്മിൽ എന്നേക്കുമായിട്ട് അകലുമെന്നുള്ള പേടിയായിരിക്കും എനിക്ക്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. നീ എന്തിനാടി ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്ന കഴുതേ? ഞാനും നീയും എപ്പോഴും ഒന്ന് തന്നെയാ. നമ്മുടെ കല്യാണമൊക്കെ ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞതാ. ഇനി ആചാരപ്രകാരമുള്ള ചടങ്ങുകളെ ബാക്കിയുള്ളൂ. അമ്മോ, 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 അമ്മോ. അയ്യോ അമ്മേ, 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 അമ്മേ. അയ്യോ അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇത് എങ്ങോട്ടാ ഈ തള്ളിക്ക്? അത് ചോദിക്കാനാണോ നീ ഇത്ര ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വന്നേ? നിനക്ക് എന്താ പെണ്ണെ പറ്റിയത്? എന്നെ പിടിച്ചു നിർത്താൻ നീ ആരാ? നീ എന്റെ അമ്മയാണോ? അല്ല, മുത്തശ്ശിയാന്ന് വിചാരിച്ചു. ഒരടി തന്നാലുണ്ടല്ലോ. എല്ലാവർക്കും കുറച്ച് കൂടുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ആരോടും ഇപ്പൊ ഒരു ബഹുമാനമില്ല അല്ലേ? ഇപ്പൊ എന്തിനാ എല്ലാരും കൂട്ടുന്നേ? ഞാൻ ചെയ്തതിന് എന്നെ പറഞ്ഞ പോരെ? അപ്പൊ സിംഗുലർ ആയിട്ട് പറയാ പഠിക്കും. വെറുതെ എന്നെ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന എന്തിനാ? എന്റെ മോക്ക് നാക്കിന് ഒരു കുറവില്ലല്ലോ. സത്യ, നിന്റെ ചേച്ചി ഇങ്ങനെ തന്നെയാ. അവൾക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. ഇതുപോലെ തർക്കുത്തരവും പറയും. ഈ പറയുന്ന കേട്ടാ ഞങ്ങളെ അങ്ങ് മനസ്സിലാക്കി വെച്ച പോലെ ഉണ്ട്. എന്താ എന്താ? ഒന്നുമില്ല. ഞങ്ങളുടെ റൂമിലേക്ക് എന്തിനാ ഇങ്ങനെ ഓടിക്കറുന്നല്ലേ ചോദിച്ചോളൂ. അവൾ അവിടെ റൂമിലിരുന്ന് എന്ത് ചെയ്യാ? ആഹാരം കഴിക്കാൻ താഴേക്ക് വന്നുകൂടായിരുന്നോ? റൂമിലിരുന്ന് കഴിക്കുന്ന എന്തിനാ? ഓ, അമ്മൂനെ കാണാൻ വന്നാണോ? ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ അമ്മേ, അമ്മ കൂവി വിളിച്ച് അകത്തി എന്നാ അവൾ അവിടെ ഇല്ലല്ലോ. അവൾ ആഹാരം കഴിച്ച് പ്ലേറ്റ് കഴുകാൻ താഴെ അടുക്കളയിലേക്ക് പോയി. അവൾ അടുക്കളയിലേക്ക് വന്നെന്നോ? പക്ഷെ ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അമ്മ വേറെന്തോ ആലോചിച്ചിട്ട് ഇങ്ങോട്ട് ഓടിക്കയറി വന്നതല്ലേ. അപ്പൊ ആര് പോയാലും ഈ ഉണ്ടക്കണ്ണി കാണില്ലല്ലോ. കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്ക പ്രമി. ഒന്ന് ശ്രദ്ധിക്ക്. അവൾ അമ്മയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. ഞങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ. ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതാ. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. താഴെ പോയിട്ട് അമ്മൂനെ കണ്ടില്ലെങ്കിൽ പ്രമി തിരിച്ചു വന്ന എന്റെ കാര്യം കഴിഞ്ഞു. എന്റെ ഈശ്വര, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം.
അവിടെ നിന്ന് നിന്നേ. എല്ലാരും കൂടി എങ്ങോട്ടായി പോകുന്നേ? മദറിന്റെ അത് ഞങ്ങൾ അമ്മൂന്റെ വീട്ടിലോട്ട് പോവാം. നിങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? അമ്മ അത് അന്ന് ഫംഗ്ഷനിൽ വന്നപ്പോ ഉണ്ടായ സംഭവം ഓർത്ത് ചെറിയമ്മയ്ക്ക് നല്ല വിഷമവും ദേഷ്യമുണ്ട്. ആ അപമാനമൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് അമ്മൂലേക്ക് ചെറിയമ്മ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് വേദാന്തേട്ടൻ രാവിലെ ഇവിടുന്ന് പോയതാ. അതുകൊണ്ട് ഞങ്ങളും ഒന്ന് പോയിട്ട് വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. വേദാന്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾ പോകുന്നത്? അതങ്ങനെയല്ല അമ്മേ. ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സംസാരിച്ച ചെറിയമ്മയ്ക്ക് അതൊരു സമാധാനമാവും. ചെറിയമ്മയെ കൺവിൻസ് ചെയ്തില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാവും അത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടുണ്ടല്ലോ. വേദാന്ത് നേരിട്ട് പോയി സോറി പറഞ്ഞില്ലേ? ഈ ഞാൻ പോലും അന്ന് പ്രമേളയോട് സോറി പറയാൻ തയ്യാറായതാ. എന്നിട്ടും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അവര് രണ്ടുപേരും പോയത്. ആരാന്ന് പോലും അറിയാത്ത ഒരാൾ നമ്മുടെ വീട്ടുകാരെ പറയുന്നത് തെറ്റ് തന്നെയാ. പക്ഷെ അതൊക്കെ നാട്ടുകാർ പറഞ്ഞ് നടക്കുന്നതല്ലേ. എന്നാലും അതൊരു ചെറിയ കാര്യമല്ലേ. അതിനെ ഇങ്ങനെ പെരുപ്പിച്ച് കാണേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെക്കാളും കൂടുതൽ കാശും പണവും ഉള്ളവരുമായിട്ട് കല്യാണം നടക്കുമ്പോ നാട്ടുകാരങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. അതൊക്കെ സഹിക്കാൻ റെഡിയായിട്ട് വേണം ഈ കല്യാണാലോചനയ്ക്ക് സമ്മതിക്കാൻ. അല്ല, ആരതിയുടെയും വിക്കിയുടെയും കല്യാണ സമയത്ത് ഇതുപോലെ ആരും സംസാരിച്ചില്ലേ? എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അന്ന് ഇതുപോലെയൊന്നും കാണിച്ചില്ലല്ലോ. അതെന്താ? വേദാന്തിനെ മരുമകനാക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ടായിരിക്കും ഈ ഒരു ചെറിയ കാര്യത്തിന് അവര് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. ഇത്രയും ചെറിയൊരു കാര്യത്തെ ഇങ്ങനൊരു ഇഷ്യൂ ആക്കി കാണുന്ന ഇവരൊന്നും നമ്മുടെ ഫാമിലിയുമായിട്ട് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ല മദറിന്റെ. ചെറിയൊരു തെറ്റിദ്ധാരണയാണെങ്കിലും അവരുടെ അഭിമാനത്തിനല്ലേ ചോദ്യം ചെയ്തേ. ചുറ്റി വളച്ച് പറഞ്ഞ് നീ ഇതൊന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ എല്ലാവരും ഇത് ഒരേ ആംഗിളിൽ നിന്നാ ചിന്തിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കേ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോ നഷ്ടപ്പെടുന്നത് എന്റെ അഭിമാനം കൂടിയാണെന്ന് ഓർക്കണം. അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടല്ലേ. ആദ്യം വാ, നമുക്കിറങ്ങാം. വിക്കി, ഒരു മിനിറ്റ്. ഒരാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. നമുക്കിപ്പോ പോകണ്ട. അളിയ, നിങ്ങൾ എന്തീ പറയുന്നേ? ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ പറയുന്നത് ചിലപ്പോൾ ശരി തന്നെയായിരിക്കും സിദ്ധാർത്ഥ്. പക്ഷേ അവിടെ നിങ്ങൾ പോയാലും തെറ്റില്ല. ഒരു കല്യാണക്കാരിയാവുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് സർവ്വസാധാരണയാ. നമ്മളെല്ലാരും ഒരു കുടുംബമല്ലേ. നമുക്കിടയിൽ ഈഗോ പാടില്ല. നമ്മുടെ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ അവരുടെ മനസ്സിൽ ഇത്ര ഒരു വിഷമം ഉണ്ടായത്. അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയി അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശ്രീധർ, നിങ്ങളുടെ അഭിപ്രായമാണ് ശരിയെന്നും പറഞ്ഞ് അത് മറ്റുള്ളവരുടെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. നീയും അതുപോലൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് സുഹാസിനി. അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രം. എല്ലാം ഒന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ച അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഞാൻ എല്ലാ വശത്തുനിന്നും ചിന്തിച്ചിട്ട് തന്നെയാ ഇവരോട് ഇതൊക്കെ പറഞ്ഞത്. ഞാനിനി കൂടുതൽ വാശി പിടിച്ച മദറിന്റെക്ക് എന്നെ സംശയമോ? ചേട്ടനെ റൗഡി കൊച്ചിന്റെ കല്യാണം നടക്കുന്നവരെ ഞാൻ സൈലന്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായാൽ എന്റെ പ്ലാനും നടക്കില്ല. ചേട്ടൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടല്ലോ. ചേട്ടൻ തന്നെ അതെല്ലാം മാനേജ് ചെയ്തോളും. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോവാം. വിക്കി, ഇനിയും ആലോചിച്ച് സമയം കളയണ്ട. അമ്മ പറയുന്നത് ശരി. വാ, നമുക്ക് കിടക്കാം. നീ ഇനി ഇവിടെ എത്ര നേരം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നേ?
ഇവിടെ വെറുതെ വന്നിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അവസ്ഥ എങ്ങനെയായിപ്പോയി. ഇങ്ങനെ വാശി പിടിച്ചാൽ എന്തെങ്കിലും നേടാൻ കഴിയുമോ? നിന്റെ അന്തസ്സിനും നിന്റെ യോഗ്യതയ്ക്കും ഇങ്ങനെ വീടിന്റെ പുറത്ത് നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? സ്വത്തും കാശും അഹങ്കാരവും ഒക്കെ ഒരുപാടുള്ളതുകൊണ്ടായിരിക്കുമല്ലേ അച്ഛാ എനിക്കിവിടെ വന്നിരിക്കേണ്ടി വന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ഒരുപാട് അധ്വാനിച്ചതുകൊണ്ടാണ് ഇത്രയും കാശുണ്ടാക്കാൻ പറ്റിയത്. കാശുണ്ടെന്ന് വെച്ച് ദൈവമൊന്നും അല്ലല്ലോ ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാ അച്ഛാ. പണക്കാരെ അതേ സ്റ്റാറ്റസിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കണമെന്നോ മിഡിൽ ക്ലാസ്സുകാരെ പ്രേമിക്കാനേ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. നീ പറയുന്നൊന്നും തെറ്റാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ രാത്രി ഇങ്ങനെ പുറത്തു തന്നെ നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും മോനെ? ഓരോരുത്തർ പറയുന്നത് പേടിച്ച് ജീവിക്കുക പ്രമി. ഇതൊന്നും അല്ല അവൾ ആഗ്രഹിക്കുന്നത്. അത് ശരിക്കും തെറ്റല്ലേ അച്ഛാ? നാട്ടുകാരെ പറ്റി നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി വിശ്വാസം ഉണ്ടാവണം. പ്രമീളയുടെ കണ്ണിൽ കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ മോനെ. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളോട് ആരും ചോദിക്കാനും വരില്ല. പക്ഷെ ഞങ്ങൾ പാവപ്പെട്ടവരാ. ആരെ എതിർത്ത് ജീവിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്കില്ല. നീ ഇങ്ങനെ രാത്രി വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്റെ അമൂല്യെ വേണോ അച്ഛാ? അവൾക്ക് പകരമായിട്ട് വേറൊരാളെന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അമൂല്യെ നിങ്ങൾ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് പറയുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇതെല്ലാവരുടെയും ഭാവിയെ ബാധിക്കും. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ സമയം പാഴാക്കുക. പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമുണ്ട് അച്ഛാ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അച്ഛൻ പറയേ, ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. നീ വിചാരിക്കുന്നത്ര ഈസി ആയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള പരിഹാരം ഉണ്ടാകാനും പോകുന്നില്ല. അവിടെ വെച്ച് അപമാനിക്കപ്പെട്ടത് പ്രമീൾ ഒരിക്കലും മറക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അവളെ കുറ്റം പറയാനോ തെറ്റുകാരിയാക്കാനോ പറ്റില്ല. അതുപോലെ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടോ അച്ഛാ? പരസ്പരം ഇഷ്ടപ്പെട്ടതാണോ തെറ്റ്? അതോ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞതാണോ തെറ്റ്? അതോ നിങ്ങളുടെ അനുവാദം വാങ്ങിച്ച് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തതാണോ തെറ്റ്? നിന്റെ അവസ്ഥ അച്ഛന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പ്രമീളയ്ക്ക് നാട്ടുകാര് പറഞ്ഞു നടക്കുന്ന കഥകൾ മാത്രം മനസ്സിലുള്ളത്. രണ്ടുപേർക്കും ഇടയിൽ വിഷമിക്കുന്നത് ഞാനാ. എന്നാ ഒരു കാര്യം ചെയ്തൂടെ അച്ഛാ? അച്ഛനൊന്നും അമ്മയോട് സംസാരിച്ചൂടെ? ഞാൻ സംസാരിച്ചത് മോനെ അമൂല്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അവളുടെ വിഷമമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറുന്നു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. അവനെ വീട്ടിലേക്ക് വിളിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലെന്നും അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അമ്മൂനെ ബ്രെയിൻ വാഷ് ചെയ്യുമെന്നും പറഞ്ഞ് വീട്ടിൽ പോലും കയറ്റരുതെന്ന് പറഞ്ഞിരിക്കുന്നേ. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് വെച്ചപ്പോ പറയുന്നതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. വേഗം വീട്ടിൽ പോകാൻ നോക്ക്. എനിക്കൊരു പ്രശ്നവുമില്ല. അച്ഛന് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. ഇനി എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എനിക്ക് ഈ പ്രണയത്തിലൊന്നും ഒട്ടും വിശ്വാസമില്ലായിരുന്നു അച്ഛാ. പക്ഷെ ഇപ്പൊ അമൂല്യക്ക് വേണ്ടി ഞാൻ ഇനി എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാ. കഴുതക്കുട്ടി, നീ ഇങ്ങനെ പുറത്തിരിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല വേദാന്ത്. നീ നോക്കണ്ട, കണ്ണടച്ചിരുന്നോളൂ. കണ്ണടച്ചാലും ഞാൻ നിന്നെ തന്നെയല്ലേ സ്വപ്നം കാണുന്നേ. എന്റെ മനസ്സ് മുഴുവൻ നീയാ. നമ്മൾ പ്രണയത്തിലായതിനു ശേഷം കണ്ണടച്ചാൽ ഞാൻ നിന്നെ മാത്രമേ കാണാറുള്ളൂ. സെയിം ഹിയർ. ഈ ലോകത്തിൽ ഏറ്റവും നല്ല ജെന്റിൽമാനെയായി അമ്മു പ്രണയിച്ചത്. ഈ പ്രണയത്തെ മറന്നു കളയാൻ ഈ അമ്മുവിനെ കൊണ്ട് കഴിയില്ല വേദാന്ത്. പക്ഷെ പ്രമയുടെ കണ്ണ് കണ്ടിട്ട് നമുക്കൊരു ഗ്രീൻ സിഗ്നൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആ സിഗ്നൽ നോക്കാതെ വണ്ടി എടുത്ത് വന്നാലോ? ഇതുകൊണ്ടാ ഞാൻ നിന്നെ കഴുതക്കുട്ടിയെന്ന് വിളിക്കുന്നത്. എന്റെ അമ്മൂനെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ. നമ്മുടെ പ്രണയത്തിന്റെ കാര്യം ആദ്യം വീട്ടിൽ പറഞ്ഞ് അവരുടെ അനുഗ്രഹം വാങ്ങി എന്നിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞ ആളല്ലേ നീ.
അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് നിന്റെ ആഗ്രഹം നേടിയെടുക്കാനുള്ള സ്വാർത്ഥതയൊന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കാത്തിരുന്നത്? എല്ലാവരുടെയും സമ്മതത്തോടെ കല്യാണം കഴിച്ച് ഹണിമൂണിന് പോയി വേൾഡ് ടൂറും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ നമ്മുടെ സ്നേഹം ആരും മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേദാന്ത്. പ്രിയനേ, നീ എന്നെ അറിയാതിരുന്നാൽ എന്തിനാണിനി എന്റെ ജന്മം? പ്രിയനേ, നിൻ വിരൽ മീട്ടി ഉണരാൻ വെറുതെ മോഹിക്കയാണോ? ഞാനാ തന്ത്രികൾ പോയൊരു വീണ, ഞാനാ തന്ത്രികൾ പോ